നമസ്കാരം. ഇന്ന് ഞാൻ പ്രവചിക്കാൻ പോകുന്നത് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് മീനമാസത്തിലുള്ള ജ്യോതിഷ ഫലങ്ങളാണ്. 15/3/2025 മുതൽ 13/4/2025 വരെയുള്ള ഒരു മാസത്തെ കാലയളവിലെ പ്രവചനങ്ങളാണ്. സെയിൽസ്മാനായി ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനയും മറ്റ് ആനുകൂല്യങ്ങളും ഈ മാസം പ്രതീക്ഷിക്കാം. ക്രമസമാധാനം നോക്കി നടത്തുന്നവർക്കും പല ഗുണകരമായ നേട്ടങ്ങൾ അവർക്കും പ്രതീക്ഷിക്കാം. സെക്യൂരിറ്റിയായി ജോലി ചെയ്യുന്നവർക്ക് അമിത ജോലിഭാരം അല്പം കുറയുന്ന ഒരു മാസമാണ്. അവർ ശ്രമിച്ചാൽ അവർക്ക് ഈ ജോലിയിൽ ഇരുന്നു കൊണ്ട് തന്നെ വേറെ നല്ല ഒരു കമ്പനിയിലേക്ക് ജോലിക്ക് അവർക്ക് ശ്രമിച്ചാൽ ജോലി ലഭിക്കുന്നതാണ്. ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെയോ വ്യക്തിയുടെയോ കെയർ ടേക്കറായി ജോലി ചെയ്യുന്നവർക്ക് വിശ്വസ്തതയുടെ പേരിൽ ധാരാളം ഗുണഫലങ്ങൾ അവർക്ക് ലഭിക്കേണ്ട സാധ്യതയുണ്ട്. സൂപ്പർവൈസറായി ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക ഗുണങ്ങൾ വളരെയധികം ലഭിക്കുന്നതാണ്. ഇരുമ്പ് പണികൾ ചെയ്യുന്നവർക്കും ഇരുമ്പ് വ്യാപാരം ചെയ്യുന്നവർക്കും ഏറെ സാമ്പത്തിക ഗുണങ്ങൾ ഈ മാസം പ്രതീക്ഷിക്കാം. ഡ്രൈവിംഗ് തൊഴിലാക്കിയവർക്ക് കൂടുതൽ മെച്ചമുള്ള അവസരങ്ങൾ അവർക്ക് ഈ മാസം ലഭിക്കാം. സാമ്പത്തിക നേട്ടവും ലഭിക്കാം. കെട്ടിട നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന കരാർ ജോലി ചെയ്യുന്നവർക്കും തൊഴിലാളികൾക്കും ഏറെ ഗുണകരമായ ഒരു സമയമാണിത്. കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഏറെ ഗുണകരമാണ് ഈ മീനമാസത്തിലെ പ്രവചനങ്ങൾ. നീതിന്യായ വ്യവസ്ഥകളിൽ ജോലി ചെയ്യുന്നവർക്ക് ധാരാളം ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. മരുന്ന് നിർമ്മാണ കമ്പനികൾക്ക് മരുന്ന് വിതരണം ചെയ്യുന്നവർക്കും വളരെയധികം മെച്ചമുള്ള ഒരു സമയമാണ്. ധാരാളം സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാകാം. ട്രാൻസ്പോർട്ടേഷൻ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാം. പരസ്യകല തൊഴിലാക്കിയവർക്ക് ധാരാളം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തികമായിട്ടുള്ള നേട്ടവും അവസരങ്ങളും അവർക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ സർക്കാർ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക്, അതായത് ഇൻ്റർവ്യൂ അതെല്ലാം കഴിഞ്ഞിട്ട് നിയമ ഉത്തരവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ മാസം അത് ലഭിക്കുന്നതാണ്. ചില തിരുവാതിര നക്ഷത്രക്കാർക്ക് വിവാഹാലോചനയും വിവാഹ നിശ്ചയവും നടക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഇനി പ്രവചിക്കാൻ പോകുന്നത് ഗുണഫലങ്ങൾ ലഭ്യമാകുന്നതിനുള്ള, മേൽപ്പറഞ്ഞ ഗുണഫലങ്ങളെല്ലാം ലഭ്യമാകുന്നതിനുള്ള തടസ്സങ്ങളെക്കുറിച്ചാണ്. ആ തടസ്സങ്ങൾ മാറ്റിയാൽ തീർച്ചയായും ഗുണഫലങ്ങൾ ലഭിക്കുന്നതാകുന്നു. പല ആപത്തുകളും വരേണ്ട സാധ്യതകൾ കാണുന്നു. പല രോഗങ്ങളും വന്നേക്കാം. അപമാനം വരേണ്ട സാധ്യത കാണുന്നു. അത് വളരെയധികം സൂക്ഷിക്കുക. വേണ്ടതിനും വേണ്ടാത്തതിനുമുള്ള യാത്ര ചെയ്യേണ്ടത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ആവശ്യത്തിന് മാത്രം യാത്ര ചെയ്യുക. ബന്ധുക്കളായിട്ടും സുഹൃത്തുക്കളുമായിട്ടും വിരോധം വന്നേക്കാം. കഴിയുന്നതും വിരോധം വരാണ്ട് അവരോട് പെരുമാറുക. പിതൃജനങ്ങൾ തുല്യരായവർക്ക് രോഗങ്ങൾ വരേണ്ട സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥർക്ക് തരം താഴ്ത്തൽ നടപടി വന്നേക്കാം, അതായത് ഡിമോഷൻ വന്നേക്കാം. ചേരാൻ പാടില്ലാത്തവരുമായി ചേരുക നിമിത്തം പല അനർത്ഥങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആൾക്കാരെ അറിഞ്ഞ് കൂട്ടുകെട്ടുക. ദേഹനാശം കാണുന്നുണ്ട്, വളരെ സൂക്ഷിക്കുക. അസുഖം വന്നാൽ ഡോക്ടറെ കണ്ട് പരിശോധിച്ച് അത് അദ്ദേഹം നിർദ്ദേശിക്കുന്ന പ്രകാരം ചെയ്യുക. ഭാര്യയുമായി വഴക്കിടുന്നതിന് സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. വിദ്യാർത്ഥികൾക്ക് വിദ്യാതടസ്സം കാണുന്നു, അതുകൊണ്ട് പഠിത്തത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്രീ നരസിംഹമൂർത്തിയെയോ ശ്രീ ശിവഭഗവാനെയോ ശരണം പ്രാപിക്കുക. ആപത്തുകളും കഷ്ടതകളും മാറ്റി ഭഗവാൻ നിങ്ങൾക്ക് നല്ലത് തരുന്നതാണ്. ഇവിടെ 29/3/2025 മുതൽ മീനം രാശിയിലാണ് തിരുവാതിര നക്ഷത്രം വരുന്നത്. അവർക്ക് കണ്ടക ശനിയാണ്. അത് സൂക്ഷിച്ചൊക്കെ അതിൻ്റെ ദേവീ പൂജകളൊക്കെ ചെയ്യുക. സൂര്യഗ്രഹണവും അന്ന് വരുന്നുണ്ട്. സൂര്യഗ്രഹണം ഇവിടെ ഞാൻ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. ഇത് കൃത്യമായിട്ടുള്ള ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാണ്. നിങ്ങൾക്ക് ഈ മീനമാസത്തിൽ ഭഗവാൻ എല്ലാവിധ ആയുസ്, ആരോഗ്യ, സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ പൂജാപരമായോ വാസ്തുപരമായോ രത്നം ധരിക്കുന്നതിനോ രുദ്രാക്ഷം ധരിക്കുന്നതിനുള്ള സംശയങ്ങൾ മാറുന്നതിന് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. എനിക്കറിയാവുന്ന രീതിയിൽ ഉത്തരം നിങ്ങൾക്ക് നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.